നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഹിന്ദിയിൽ നോക്കാം. അവൻ്റെ പരീക്ഷ എന്നാണ് തുടങ്ങുന്നത്? അവൻ്റെ പരീക്ഷ എന്നുള്ളതിന് ഉസ്കി പരീക്ഷ. ഉസ്കി പരീക്ഷ എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് തുടങ്ങുന്നത്? കബ് ശുരു ഹോ രഹി ഹേ. കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ. ശുരു ഹോ രഹി ഹേ തുടങ്ങുന്നത്. ഉസ്കി പരീക്ഷ കബ് ശുരു ഹോ രഹി ഹേ. അവൻ്റെ പരീക്ഷ എന്നാണ് തുടങ്ങുന്നത്? ഉസ്കി പരീക്ഷ കബ് ശുരു ഹോ രഹി ഹേ. നാളെ മുതൽ. നാളെ മുതൽ എന്നുള്ളതിന് കൽസേ. കൽസേ നാളെ മുതൽ. നാളെ മുതൽ തുടങ്ങുകയാണെന്ന് മുഴുവൻ പറയണമെന്നില്ലല്ലോ. നാളെ മുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൽസേ ശുരു ഹോ രഹി ഹേ. നാളെ മുതൽ തുടങ്ങുകയാണ്. കൽസേ ശുരു ഹോ രഹി ഹേ. ഇന്നെനിക്ക് ഒട്ടും പഠിക്കാൻ കഴിഞ്ഞില്ല. ഇന്നെന്നുള്ളതിന് ആജ്. മേ ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ഒട്ടും. ന പഠ് സക പഠിക്കാൻ കഴിഞ്ഞില്ല. ഇന്നെനിക്ക് ഒട്ടും പഠിക്കാൻ കഴിഞ്ഞില്ല. ആജ് മേ ബിൽക്കുൽ ന പഠ് സക. ബിൽക്കുൽ ഒട്ടും. ന പഠ് സക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിഞ്ഞില്ല. ന പഠ് സക പഠിക്കാൻ കഴിഞ്ഞില്ല. ആജ് മേ ബിൽക്കുൽ ന പഠ് സക. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ വളരെ ക്ഷീണിച്ചു പോയി. നമ്മൾ ചിലപ്പം പറയത്തില്ലേ, ഞാൻ വളരെ ക്ഷീണിച്ചു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അതെങ്ങനെ പറയും? മേം ബഹുത് थक गया हूँ. थक എന്ന് പറഞ്ഞാൽ ക്ഷീണം. മേം ബഹുത് थक गया हूँ. മേ ബഹുത് थक गया हूँ. ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു പോയി അല്ലെങ്കിൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. മേം ബഹുത് थक गया हूँ. ഇന്നലെ രാത്രി വളരെ താമസിച്ചാണ് ഉറങ്ങിയത്. ഇന്നലെ രാത്രി എന്നുള്ളതിന് കൽ രാത്. കൽ രാത്. വളരെ താമസിച്ചാണ് ബഹുത് ദേർ സേ സോയാ ഥാ ഉറങ്ങിയത്. ലേറ്റ് എന്നുള്ളതും പറയാം. ലേറ്റ് ഇംഗ്ലീഷ് വാക്കാം. ദേർ എന്നുള്ളത് അറിയത്തില്ലെങ്കിൽ ലേറ്റ് എന്ന് പറയാം. കൽ രാത് ബഹുത് ലേറ്റ് സേ സോയാ ഥാ അല്ലെങ്കിൽ ബഹുത് ദേർ സേ സോയാ ഥാ. ദേർ സേ എന്ന് പറഞ്ഞാൽ താമസിച്ച്. കൽ രാത് ബഹുത് ദേർ സേ സോയാ ഥാ. ഇന്നലെ രാത്രി വളരെ താമസിച്ചാണ് ഉറങ്ങിയത്. കൽ രാത് ബഹുത് ദേർ സേ സോയാ ഥാ. പഠിത്തത്തിൽ അവൾക്ക് വളരെ താല്പര്യമാണ്. പഠിത്തത്തിൽ എന്നുള്ളതിന് പഠായി മേ. പഠായി മേ വ ബഹുത് രുചി രക്തി ഹേ. അവൾക്ക് വളരെ താല്പര്യമാണ്, അവൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. പഠായി മേ വ ബഹുത് രുചി രക്തി ഹേ. പഠായി മേ വ ബഹുത് രുചി രക്തി ഹേ. നല്ല താല്പര്യം വയ്ക്കുന്നു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പഠായി മേ വ ബഹുത് രുചി രക്തി ഹേ. ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം പഠിച്ചെടുത്തു. ഹംനെ സബ് കുച്ച് പഠ് ലിയാ ഹേ. പഠിച്ചു കഴിഞ്ഞു. ഹംനെ സബ് കുച്ച്. സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം. പഠ് ലിയാ ഹേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പഠിച്ചെടുത്തിട്ടുണ്ട്. ഹംനെ സബ് കുച്ച് പഠ് ലിയാ ഹേ. നിങ്ങൾ ഏതു കോളേജിലാണ് പഠിക്കുന്നത്? തും കിസ് കോളേജ് മേം പഠ്തേ ഹോ. കിസ് കോളേജ് ഏതു കോളേജിൽ. കിസ് കോളേജ് മേം ഏതു കോളേജിൽ. പഠ്തേ ഹോ പഠിക്കുന്നത്. തും കിസ് കോളേജ് മേം പഠ്തേ ഹോ. തും കിസ് കോളേജ് മേം പഠ്തേ ഹോ. നിങ്ങൾ ഏതു കോളേജിലാണ് പഠിക്കുന്നത്? നിങ്ങളുടെ അക്ഷരം നല്ലതല്ല. തുമാരി ലിഖായി. അക്ഷരം ലിഖായി. ലിഖായി അച്ചി നഹി ഹേ. നല്ലതല്ല. തുമാരി ലിഖായി അച്ചി നഹി ഹേ. നിങ്ങളുടെ അക്ഷരം നല്ലതല്ല. തുമാരി ലിഖായി അച്ചി നഹി ഹേ. ലിഖായി എന്ന് പറഞ്ഞാൽ അക്ഷരം. നിങ്ങൾ സയൻസ് ആണോ എടുത്തത് അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത്? തുമ്നെ സയൻസ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ വിജ്ഞാൻ. തുമ്നെ സയൻസ് ലിയാ ഹേ. ചോദ്യം പോലെ ചോദിക്കണം. തുമ്നെ വിജ്ഞാൻ ലിയാ ഹേ. തുമ്നെ സയൻസ് ലിയാ ഹേ. ഈ ചോദ്യപേപ്പർ ആരാണ് ഉണ്ടാക്കിയത്? ചോദ്യപേപ്പർ എന്നുള്ളതിന് പ്രശ്നപത്ര. പ്രശ്നപത്ര. എഹ് പ്രശ്നപത്ര. ഈ ചോദ്യപേപ്പർ ആരാണ്? കിസ്നെ ബനായാ ഥാ. ഉണ്ടാക്കിയത്, ഉണ്ടാക്കിയിട്ടുള്ളത്. എഹ് പ്രശ്നപത്ര കിസ്നെ ബനായാ ഥാ. ഈ ചോദ്യപേപ്പർ ആരാണ് ഉണ്ടാക്കിയത്? എഹ് പ്രശ്നപത്ര കിസ്നെ ബനായാ ഥാ. സമയം കഴിഞ്ഞു. അതെങ്ങനെ പറയാം? സമയ് സമാപ്ത്. സമാപ്ത് എന്ന് പറഞ്ഞാൽ തീർന്നു.
സമയം കഴിഞ്ഞു, സമയ സമാപ്ത്. നാളെ മുതൽ ഞങ്ങളുടെ അവധി തുടങ്ങും, കൽസേ നാളെ മുതൽ, ഞങ്ങളുടെ ഹമാര, ചുട്ടിയാം അവധി അവധികൾ, ശുരു ഹോ ജായേഗ, ചുട്ടിയാം ശുരു ഹോ ജായേഗ അവധി തുടങ്ങും. അവധികൾ എന്നല്ലേ നമ്മൾ അവധി തുടങ്ങുമെന്നാണ് പറയുന്നത്, പക്ഷേ അവധികളാണല്ലോ. കൽസേ ഹമാര ചുട്ടിയാം ശുരു ഹോ ജായേഗ, തുടങ്ങും എന്നുള്ളതിന് ശുരു ഹോ ജായേഗ. കൽസേ ഹമാര ചുട്ടിയാം ശുരു ഹോ ജായേഗ. ഇംഗ്ലീഷിൽ അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എന്നുള്ളതിന് അംഗ്രേജി മേ ഉസേ ഡിസ്റ്റിങ്ഷൻ മിലാഹേ കിട്ടിയിട്ടുണ്ട്. അംഗ്രേജി മേ ഉസേ ഡിസ്റ്റിങ്ഷൻ മിലാഹേ. അംഗ്രേജി മേ ഉസേ ഡിസ്റ്റിങ്ഷൻ മിലാഹേ. നിങ്ങൾ പരീക്ഷ പാസ്സായിട്ടുണ്ട്. തുമ്നെ പരീക്ഷ പാസ് കർ ലീ ഹേ. പാസ്സായിട്ടുണ്ടെന്നുള്ളതിന് പാസ് കർ ലീ ഹേ, പാസ്സായിട്ടുണ്ട്. പാസ് കർ ലീ ഹേ. തുമ്നെ പരീക്ഷ പാസ് കർ ലീ ഹേ. നിങ്ങൾ പരീക്ഷ പാസ്സായിട്ടുണ്ട്, പാസ്സായി എടുത്തിട്ടുണ്ട് എന്നുള്ളതിന് പാസ് കർ ലീ ഹേ. അതിന് നമ്മൾ പാസ്സായിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. തുമ്നെ പരീക്ഷ പാസ് കർ ലീ ഹേ. വീണ്ടും കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഹിന്ദി പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഡെയിലി ലൈഫിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ വീണ്ടും കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്